രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ജാനകി മനോഹര മനോഭിരാമ പാഹി മാം. ദീനരക്ഷകാ വിഭോ മുകുന്ദ രാമ പാഹി മാം. പുത്രമിത്രദാരദുഃഖമെത്രയുമകറ്റി നീ മിത്രവംശസംഭവാ മുകുന്ദ രാമ പാഹി മാം. ജന്മമുക്തി വന്നിടാനുമിന്നെനിക്കൊരു വരം ജാതമായി വരേണമേ മുകുന്ദ രാമ പാഹി മാം. വിത്തവാനുമാകണേ വിശേഷബുദ്ധി തോന്നണേ വിശ്വരക്ഷകാ മുകുന്ദ രാമ രാമ പാഹി മാം. വിഘ്നമൊക്കെയുമകറ്റി വിശ്വകീർത്തി പൂർത്തിയായി വന്നിടാനനുഗ്രഹിക്ക രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നമുക്ക് രാമായണം 10ാം ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും അനുഗ്രഹ ആശസ്സുകൾ ഏറ്റുവാങ്ങി സീതാരാമ ലക്ഷ്മണ കുമാരന്മാർ യാത്ര തുടരുകയാണ്. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്തോറും ദണ്ഡകാരണ്യം എന്ന ആ മഹാവനത്തിലൂടെയാണ് ഇനി അവർക്ക് സഞ്ചരിക്കേണ്ടത്. നമുക്കിനിയും ആരണ്യകാന്ഡമാണ് ഇന്ന് ആരംഭിക്കുന്നത്. ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ആ വനം കണ്ണെത്താത്ത ദൂരത്തോളവും ഇങ്ങനെ കാണാൻ വയ്യാത്ത വിധത്തിൽ വിസ്താരത്തിൽ പരന്നു കിടക്കുകയാണ്, ഒരു മഹാസമുദ്രം പോലെ. അകലെ അവിടെയും ഇവിടെയും കാണപ്പെടുന്ന കുറേ തപോവനങ്ങൾ ആ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപുകൾ പോലെ ആ തപോവനങ്ങളെ കാണാം. ദണ്ഡകവനം നാനാതരം ക്രൂര ജന്തുക്കളുടെയും രാക്ഷസന്മാരുടെയും കേളീരംഗമായിരുന്നു. അവർ അത് കാരണം കൂടുതൽ കരുതലോടെയാണ് മുന്നോട്ട് പോയത്. സീതയുടെ രക്ഷയായിരുന്നു അവരിൽ മുന്നിട്ട് നിന്നിരുന്നത്. സീതയ്ക്കാകട്ടെ യാതൊരു ഭയവും തോന്നിയിരുന്നില്ല. അവരെ കണ്ടു പകച്ചു നിൽക്കുന്ന മാൻപേടകളെയും ശാഖോപശാഖകളായ കൂറ്റൻ കൊമ്പുകളോടുകൂടിയ കലമാനുകളെയും മുയലുകളെയും വിചിത്ര വർണ്ണങ്ങളിലുള്ള പറവജാതികളെയും ഒക്കെ നോക്കിക്കൊണ്ട് വളരെ കൗതുകം കൊള്ളുന്ന മനസ്സായിരുന്നു സീതാദേവിയുടേത്. അധികവും കാട്ടുപൂക്കളുടെ വർണ്ണപ്പൊലിമയും ആ മനോഹരമായിട്ടുള്ള പ്രകൃതിയുമൊക്കെ സീതാദേവിയിൽ വളരെ രോമാഞ്ചമുളവാക്കി. അങ്ങകലെ വളരെ നീലമലയിലെ പാറക്കെട്ടുകളിലൂടെ വെള്ളി ഒഴുകുന്നത് പോലെയുള്ള നീർച്ചാലുകളും ഒക്കെ കണ്ട് ആ കാനന ഭംഗി ആസ്വദിച്ചു പോവുകയായിരുന്നു സീതാദേവി. അങ്ങനെയുള്ള ആ മഹാവനത്തിൽ അവർ ഇങ്ങനെ യാത്ര തുടർന്നു. തെളിനീരുള്ള നല്ല പൂഞ്ചോലക്കരികിലിരുന്ന് കാട്ടുപഴങ്ങൾ കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത് വിശപ്പും ദാഹവുമൊക്കെ അകറ്റി അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ ഒരു ദിവസം അവർക്ക് ഒരു രാക്ഷസനെ കണ്ടുമുട്ടേണ്ടി വരികയാണ് ആ യാത്രക്കിടയിൽ. ആ രാക്ഷസൻ ആയിരുന്നു വിരാധൻ. വിരാധവധമാണ് നമ്മളിനിയും നോക്കുന്നത്. അതും വളരെ പ്രാകൃതനായിട്ടുള്ള ആ രാക്ഷസനെ മനുഷ്യരെക്കാൾ ഇരട്ടിപ്പൊക്കവും വണ്ണവുമുള്ള ഒരു പടുകൂറ്റൻ ഒരു രൂപം, ചെമ്പിച്ച തലമുടി, തിളങ്ങുന്ന വട്ടക്കണ്ണുകൾ, പതിഞ്ഞ മൂക്ക്, തടിച്ച ചുണ്ട്, മുന്നോട്ടുന്തിയ കൂർത്ത പല്ലുകൾ, വളരെ വലിയ ദംഷ്ട്രകൾ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതുപോലെയുള്ള ദേഹം, അരയിൽ ചോരയൊലിക്കുന്ന നരിത്തോലുടുത്തിരിക്കുന്ന, അതുപോലെ കുന്തത്തിൽ പലതരം മൃഗങ്ങളെ കുത്തി അതിൻ്റെ ജഡവുമായിട്ടാണ് വരവ്. 10 മാനുകൾ, അത്ര തന്നെയുള്ള നരി, പന്നി,
ആനയുടെ തല, മനുഷ്യന്റെ ജഡം ഒക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കുന്തത്തിൽ കുത്തി ഇങ്ങനെ കൊണ്ടുവന്ന് പച്ച ഇറച്ചിയൊക്കെ കഴിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ ആ ദുഷ്ടനെ കണ്ടപ്പോൾ സീത വല്ലാതെ ഭയന്നു. രാമലക്ഷ്മണന്മാരും വല്ലാതെ പരിഭ്രമിച്ചു. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കഥ കഴിക്കാം ഞാൻ എന്ന് പറഞ്ഞ് ലക്ഷ്മണകുമാരൻ മുന്നോട്ട് വന്നു. എങ്കിലും ആ വിരാധനപ്പോൾ ചാടി വീണ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്നെ കൊല്ലുവാൻ വന്ന നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ പറയുന്നു, ഞാൻ ശ്രീരാമചന്ദ്രൻ, എൻ്റെ അനുജനായ ലക്ഷ്മണൻ, ഇതെൻ്റെ ഭാര്യയായ സീതാദേവി. ഞങ്ങൾ വനവാസത്തിൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഏർപ്പെട്ടിരിക്കുകയാണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, എന്നെ അറിയാത്തവരാരുമില്ലല്ലോ ഈ ഭൂമിയിൽ, ഞാൻ വിരാധനാണ്. വിരാധനെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അയാളുമായി സംസാരിച്ച് നിൽക്കാൻ നേരമില്ലാത്തതിനാൽ തുരുതുരെ 7 അമ്പ് രാമൻ അവൻ്റെ ദേഹത്തേക്ക് തറച്ചു. വേദന കൊണ്ട് പുളഞ്ഞ് അവൻ സീതാദേവിയുടെ നേരെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, എന്നെ കൊല്ലുവാൻ ആർക്കും കഴിയില്ല. അപ്പോഴാണോ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോളൂ. ഈ സ്ത്രീരത്നത്തെ ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കയ്യിലുള്ള അമ്പുമില്ലും ആയുധങ്ങളും ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ജീവനും കൊണ്ട് ഓടിക്കോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്ത് തറച്ച ബാണങ്ങൾ കുടഞ്ഞു വീഴ്ത്തി കുന്തമെടുത്തുകൊണ്ട് രാമൻ്റെ നേർക്ക് എറിയുകയുണ്ടായി അയാൾ. പക്ഷേ 2 അമ്പ് ചെയ്ത് ആ കുന്തം മുറിച്ചു കളഞ്ഞു. രാമലക്ഷ്മണന്മാർ വീണ്ടും അയാളുമായി വളരെ വലിയ യുദ്ധത്തിലേർപ്പെട്ടു. ശക്തനായ അയാളെ വിരാധനെ തകർക്കുവാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അയാൾ രാമലക്ഷ്മണന്മാരെ 2 കൈകളിലും പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ അയാളുടെ കൈ മുറിച്ചു കളയുകയാണ് ചെയ്തത്. അങ്ങനെ ആ ദുഷ്ടനെ വകവരുത്തി അയാൾ നിലത്ത് വീണ സമയത്ത് രാമൻ അയാളുടെ ശരീരത്തിൽ ചവിട്ടി പിടിച്ച് അമർത്തി വെക്കുമ്പോൾ അങ്ങനെ ജീവൻ പോകുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിൽ നിന്നും സുന്ദരമായ ഒരു തേജസ് മുകളിലേക്ക് ഉയരുകയും രാമന്റെ പാദസ്പർശനം ഏറ്റപ്പോൾ തന്നെ അയാൾ വളരെ മോക്ഷമുള്ളവനായി മാറി. ഒരു ഗന്ധർവനായിരുന്നു അയാൾ. രാമനോട് പറയുകയാണ്, ഞാൻ തമ്പുരു എന്ന ഗന്ധർവനാണ്. കുബേരന്റെ ശാപത്താൽ രാക്ഷസനായതാണ്. അയോധ്യയിലെ രാമൻ നിനക്ക് മോക്ഷം തരും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ശാപമോക്ഷത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് എൻ്റെ പ്രണാമം എന്നൊക്കെ പറഞ്ഞ് വിരാധൻ രാമനെ താണു വീണ് വണങ്ങുന്നു. അങ്ങനെ വിരാധന് മോക്ഷം കിട്ടി. രാമാദികൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വിരാധൻ വീണ്ടും പറയുകയാണ്, ഇവിടെ നിന്ന് കുറച്ച് 6 നാഴിക അകലെയായി ശരഭംഗ ആശ്രമം ഉണ്ട്. സന്ധ്യ മയങ്ങും മുമ്പ് നിങ്ങൾക്ക് അവിടെ എത്താം. എനിക്ക് ശാപമോക്ഷം തന്ന അല്ലയോ ഭഗവാനെ, അങ്ങയ്ക്ക് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ട് വിരാധൻ പോവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചിത്രരഥം എന്ന ഒരു തേരും ഉടൻ തന്നെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവർ മുന്നോട്ട് നടക്കുകയാണ് ശരഭംഗാശ്രമത്തെ തിരഞ്ഞ്. ആശ്രമ പരിസരത്തെത്തിയപ്പോൾ ഒരു അത്ഭുത പ്രതിഭാസം കണ്ടു. ആ ആശ്രമത്തിന് മുകളിലെ ആകാശത്തിൽ 4 പച്ച കുതിരകളെ പൂട്ടിയ ഒരു വിചിത്രമായ രഥം ഇങ്ങനെ ആ പോക്കുവെയിലിൽ വെട്ടിത്തിളങ്ങുന്നു. താഴെ ആശ്രമത്തിൽ നിന്ന് ഒരു ദിവ്യ പുരുഷൻ ആ രഥത്തിലേറി സ്വർഗാഭിമുഖനായി പോയി മറയുന്നു. ആ തപോവനവും ആശ്രമവും ശരഭംഗ മുനിയുടേത് തന്നെയെന്ന് രാമലക്ഷ്മണന്മാർ മനസ്സിലാക്കി. മുനി വളരെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് വന്ന് അവരെ അഭിവാദ്യം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി. അല്പം മുമ്പ് പോയ ആ ദിവ്യൻ ആരാണെന്നറിയാൻ രാമൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ശരഭംഗം മഹർഷി പറയുകയാണ്, അത് ദേവേന്ദ്രനായിരുന്നു.
ഒട്ടേറെ വർഷങ്ങളായി ലോക നന്മയെ മുൻനിർത്തി ഞാനിവിടെ അനുഷ്ഠിച്ചു പോരുന്ന സേവനങ്ങൾ പരിഗണിച്ച് എന്നെ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നതായിരുന്നു അദ്ദേഹം. എന്നാൽ എനിക്കതിൽ താല്പര്യമൊന്നുമില്ല രാമ. അങ്ങയുടെ വരവും പാർത്ത് ഞാൻ എത്രയോ കാലങ്ങളായി ഇവിടെ കഴിയുന്നു. ഇന്ദ്രൻ പോയപ്പോഴേക്കും തന്നെ അങ്ങ് ഇവിടെ എത്തുകയും ചെയ്തു. ഞാൻ ധന്യനായി. എൻ്റെ ജന്മം സാഫല്യമായി. എനിക്ക് കൈവല്യം കൈവരിച്ചിരിക്കുന്നു. ഗഹനങ്ങളായ ധാരാളം കാര്യങ്ങൾ രാമനുമായി മഹർഷി ചർച്ച ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, ഈ ദണ്ഡകാരണ്യ പ്രദേശം ഒരു പുണ്യഭൂമിയാണ് ശ്രീരാമചന്ദ്ര. യുഗങ്ങൾക്ക് മുമ്പ് മാനവ സംസ്കാരം ഉടലെടുത്തത് ഈ ദണ്ഡകാരണ്യത്തിലാണ്. ആയിരം വർഷങ്ങളായി മനുഷ്യവംശത്തിന്റെ പുരോഗതിക്കും സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്കും വേണ്ടി നിരന്തരം നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി തപസ്യ അനുഷ്ഠിക്കുന്ന മുനിമാരുടെ ഒട്ടേറെ ആശ്രമങ്ങൾ അവിടെയായി ഈ വനാന്തരത്തിലുണ്ട്. അവ ഓരോന്നും ഓരോ വിജ്ഞാന കേന്ദ്രങ്ങളാണ്. രാമന്റെ വനവാസകാലം ഉദാശീലരായ ഈ മഹർഷിമാരുടെ കൂടെ കഴിഞ്ഞുകൂടുന്നത് അവർക്കും നിങ്ങൾക്കും ഗുണകരമാണ്. ഈയിടെയായി അവരിൽ പലർക്കും രാക്ഷസന്മാരിൽ നിന്ന് ഉപദ്രവമുണ്ടാകാറുണ്ട്. ദുഷ്ടന്മാരെ ഉന്മൂലനാശം വരുത്തി ശിഷ്ടരെ രക്ഷിക്കുകയാണല്ലോ അങ്ങയുടെ ഈ വനവാസ കാലത്തിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ കരുതുന്നു. ഈ രാത്രിയിലും ശരഭംഗൻ രാമനുമായി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഒടുവിൽ അദ്ദേഹം, രാമ, എല്ലാവരും ഉറങ്ങി, ഇനി അങ്ങും പോയി കിടന്നോളൂ, മംഗളം ഭവന്തു എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് പോയി. പിറ്റേ ദിവസം ആശ്രമം ഉണർന്നപ്പോൾ രാമാദികൾ കണ്ടത് ആശ്രമമുറ്റം നിറയെ മുനിമാരെയാണ്. അവരെല്ലാവരും പതിവ് പോലെ തങ്ങളുടെ ഗുരുവായ ശരഭംഗനെ കണ്ടു വന്ദിക്കാൻ വന്നതായിരുന്നു. എന്നാൽ അന്ന് ഗുരുവിനെ കാണാനില്ല. പൂജാമുറി തുറന്നു നോക്കി. അപ്പോൾ ശരഭംഗൻ പത്മാസനത്തിലിരിക്കാറുള്ള സ്ഥാനത്ത് ഒരു പിടി ചാരം മാത്രം. യാഗാഗ്നിയിൽ അദ്ദേഹം ദേഹം ദഹിപ്പിച്ച് സ്വർഗാരോഹണം ചെയ്തതാണെന്ന് ശിഷ്യന്മാര് മനസ്സിലാക്കി അവരുടെ മുഖം വല്ലാതെ വാടിത്തളർന്നു. ശ്രീരാമചന്ദ്രനെ കണ്ടതിന് ശേഷം സ്വയം ശരീരം നശിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അപ്രതീക്ഷിതമായി ശിഷ്യന്മാർ രാമാദികളെ കണ്ടപ്പോൾ അവർക്ക് ഗുരുവിൻ്റെ ദേഹത്യാഗത്തിൽ ഉണ്ടായ വിഷമത്തിൽ നിന്ന് അല്പം ആശ്വാസം തോന്നി. അതോടെ മുനിമാരെല്ലാവരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് രാമനെ ക്ഷണിക്കാൻ തുടങ്ങി. രാമനാകട്ടെ എല്ലാവരോടും നന്ദി പറഞ്ഞ് യഥാവസരം അവരുടെയൊക്കെ ആശ്രമങ്ങളിലേക്ക് ചെന്നുകൊള്ളാമെന്ന് വാക്കു കൊടുക്കുകയും ചെയ്ത് ആശ്രമം വിട്ട് ഇറങ്ങി തിരിച്ചു. അന്നും വൈകുന്നേരമായത് ഒരാശ്രമ പരിസരത്തെത്തിയപ്പോഴാണ്. അത് സുതീഷ്ണ മുനിയുടെ ആശ്രമമായിരുന്നു. അദ്ദേഹം വൃദ്ധനും ശുദ്ധാത്മാവും സ്നേഹത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും വിളനിലമായിരുന്നു. രാമാദികളുമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അവരെ സ്ഥിരമായി ആശ്രമത്തിൽ താമസിപ്പിക്കണമെന്നായിരുന്നു. മനുഷ്യരെയും അവരുടെ സംസ്കാരത്തെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്ന രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന രാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആശ്രമത്തിൽ താമസിക്കുവാൻ സുതീഷ്ണ മുനി പിന്നീട് രാമനെ നിർബന്ധിച്ചില്ല. ആ ആശ്രമത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും പോവുകയുണ്ടായി. അവർ തികച്ചും 10 കൊല്ലം ദണ്ഡകാരണ്യത്തിലെ ഋഷ്യാശ്രമങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കാലം കഴിച്ചു കൂട്ടി. എല്ലാ ആശ്രമങ്ങളിലും രാമാദികൾക്ക് വളരെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു ലഭിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ 1-2 മാസം താമസിച്ച് അവിടുത്തെ അന്തേവാസികൾ അവരെ വിടുകയുള്ളായിരുന്നു. ചിലയിടത്ത് 10-20 ദിവസം മാത്രം താമസിച്ചു. പിന്നെ 3 മാസം 6 മാസം അങ്ങനെ വേണ്ടി വന്നാൽ ചിലയിടത്ത് 2 വർഷം വരെയും ഒക്കെ അവർ ഋഷിമാരോടുകൂടി താമസം നടത്തി. അങ്ങനെ ആ മഹാ ആരണ്യത്തിലെ 100 കണക്കിനുള്ള തപോധനന്മാരും താപസിനിമാരുമായി ഒക്കെ ഇടപഴകി അവരുടെയൊക്കെ അനുഗ്രഹ ആശസ്സുകൾ ആർജിച്ചുകൊണ്ട് നടത്തിയ ആ യാത്ര സീതയ്ക്കും
ലക്ഷ്മണനും രാമചന്ദ്രനും വിജ്ഞാനപ്രദമായ ഒരു പര്യടനമായി, ആത്മീയമായ ഉയർച്ചയുടെ ഒരു കാലഘട്ടമായി അത് മാറി. ഋഷി നികേതനങ്ങളിൽ കൂടെയുള്ള ആ യാത്ര 10 കൊല്ലം കൊണ്ട് അവസാനിച്ചു. രാമൻ വാക്കു കൊടുത്തതനുസരിച്ച് വീണ്ടും സുതീഷ്ണ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് കുറച്ചു ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുകയും രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും അതിഥികളായി കിട്ടിയതിൽ ആ വൃദ്ധ മുനിക്ക് ആശ്രമത്തിലെ താപസ സ്ത്രീകൾക്കും ഒക്കെ എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ നിറവുണ്ടായി. ദണ്ഡകാരണ്യത്തിലെ മുനിമാരിൽ മിക്കവാറും എല്ലാവരും എല്ലായിടവും എല്ലാ മുനിമാരെയും ശ്രീരാമചന്ദ്രൻ സന്ദർശിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. അതാണ് അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മുനി ഏറ്റവും പ്രധാനപ്പെട്ട മുനിമാരിൽ വെച്ച് ശ്രേഷ്ഠനായിരുന്നു. ഏറ്റവും ഉയരം കുറഞ്ഞ ഒരു കൃശഗാത്രനായിരുന്നു എങ്കിലും അഗസ്ത്യമുനി ബുദ്ധിവൈഭവത്തിലും തപശക്തിയിലും മറ്റാരേക്കാളും ഉന്നതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും വിചിത്രമായ തരത്തിലായിരുന്നു. ഒരവസരത്തിൽ അദ്ദേഹം സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരെ പിടിച്ചു തിന്ന് ഉപജീവനം കഴിച്ചിരുന്ന 2 അസുരന്മാരെ യാതൊരു പ്രയാസവും കൂടാതെ അഗസ്ത്യ മഹർഷി വകവരുത്തി എന്നും പറയുന്നുണ്ട്. ഇല്വനും അനുജൻ വാതാപിയുമായിരുന്നു ആ 2 അസുരന്മാർ. മനുഷ്യ മാംസം തിന്ന് തടിച്ചു കൊഴുത്ത അവർക്ക് ബ്രാഹ്മണരുടെ മാംസമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട ആഹാരം. അതിന് ആ സഹോദരന്മാർ ഒത്തുചേർന്ന് ആലോചിച്ച് ഒരു അടവ് കണ്ടെത്തിയിരുന്നു. പൂണൂലും ഭസ്മക്കുറിയും ധരിച്ച് ബ്രാഹ്മണന്റെ വേഷത്തിൽ നാരായണനാമം ജപിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ ഇടയിലേക്ക് കയറി ചെല്ലും. ഇല്ലത്തെ ശ്രാദ്ധമാണ്, ഊണിനാരെയും കിട്ടിയിട്ടില്ല, ഒന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് വെറുതെ നുണ പറയുന്നതാണ് ബ്രാഹ്മണരെ ശ്രാദ്ധത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ബ്രാഹ്മണർക്ക് ഊണിലും ഒക്കെ വളരെ താല്പര്യമുള്ളത് കൊണ്ട് ഇവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ ഊണാളായിട്ട്, ഊണി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, ഉണ്ണാൻ വേണ്ടിയിട്ട്, ശ്രാദ്ധം ഉണ്ണാൻ വേണ്ടി ഒരാൾ ചെല്ലുക. അപ്പോൾ ഈ ഊണിയെ കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ പ്രേതപ്രീതിക്ക് മാംസാഹാരം ഒഴിവാക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്വൻ എന്ന് പറയുന്ന രാക്ഷസൻ തൻ്റെ അനുജനായ വാതാപിയെ ഒരാടാക്കി മാറ്റിയിട്ട് അതിൻ്റെ മാംസം തയ്യാറാക്കും. കുളി കഴിഞ്ഞ് വരുന്ന ഊണി ആ ബ്രാഹ്മണൻ, ഊണിയാകുന്ന ബ്രാഹ്മണന് ആ മാംസാഹാരവും വിളമ്പി കൊടുക്കും. ഊണ് കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും തൻ്റെ അനുജനായ വാതാപിയെ വിളിക്കുമ്പോൾ ആ മാംസാഹാരം കഴിച്ച ആ ബ്രാഹ്മണന്റെ വയറ്റിൽ നിന്നും ആടായിട്ട് അയാൾ പുറത്തേക്ക് വരികയും അങ്ങനെ ബ്രാഹ്മണൻ മരിക്കുകയും അയാളുടെ മാംസം ഇവർ ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേക കാലം കൊണ്ട്. അങ്ങനെ ബ്രാഹ്മണരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഊണിയായി പോകുന്ന ബ്രാഹ്മണരെ ഒന്നും തിരിച്ച് കാണാതെ വന്നപ്പോൾ ഈ താപസന്മാർക്ക്, ബ്രാഹ്മണർക്കൊക്കെ സംശയം വന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയാണ് അഗസ്ത്യ മഹർഷി ഇവർ വന്ന് വിളിക്കുകയാണ്. മഹർഷി യാതൊരു സംശയവും ഇല്ലാതെ അവരോടൊപ്പം പോകുന്നു. ഇവരെ വരുത്താൻ വേണ്ടിയാണ് അഗസ്ത്യ മഹർഷി അങ്ങനെ ചെയ്തത് തന്നെ. അപ്പോൾ പതിവ് പോലെ ഇല്വൻ അഗസ്ത്യ മഹർഷിക്ക് മാംസാഹാരം വിളമ്പി കൊടുത്തു. അദ്ദേഹം അത് സുഖമായി കഴിച്ച ശേഷം വളരെ നീട്ടി ഒരു ഏമ്പക്കവും വിട്ടു. ഇല്വൻ അന്നേരം ഉടനെ തന്നെ അനുജനായ വാതാപിയെ വിളിക്കുകയാണ്. ആ ഊണിയുടെ വയറ്റിൽ നിന്ന് ആടിന്റെ കരച്ചിൽ കേൾക്കുകയും ആ ആട് ഇങ്ങനെ ആ കഴിച്ച ആളിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുകയാണ് പതിവ്. അപ്പോൾ വാതാപി എന്ന് ഇല്വൻ വിളിച്ചിട്ടും യാതൊരു അനക്കവുമില്ല. അപ്പോൾ അയാൾക്കാകെ അങ്കലാപ്പായി. അപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ഇനിയും വാതാപി വരികയില്ല, അവൻ എൻ്റെ വയറ്റിൽ ദഹിച്ചുപോയി. എൻ്റെ വയറ്റിൽ ദഹിക്കാത്തതായിട്ട് ഇനിയും ഒന്നുമില്ല, എല്ലാം ദഹിച്ചു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കുപിതനായിട്ട് ഇല്വൻ വളരെ
രൂക്ഷമായ തൻ്റെ വേഷം ദംഷ്ട്രകളൊക്കെ വെളിയിൽ കാട്ടി വായും പിളർന്ന് മുനിയെ വിഴുങ്ങുവാനായി അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അഗസ്ത്യനാകട്ടെ നിന്ന നിൽപ്പിൽ നിന്ന് അല്പം പോലും ഇളകാതെ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ആ ഇല്വനെ ഭസ്മമാക്കി കളഞ്ഞു. അങ്ങനെ ആ മഹർഷിമാരെ എല്ലാം തിന്നൊടുക്കിയിരുന്ന 2 രാക്ഷസന്മാരെ ഈ അഗസ്ത്യ മഹർഷിയാണ് ഇല്ലായ്മ ചെയ്തത്. അഗസ്ത്യ മുനിയുടെ ആശ്രമത്തിൽ രാമാദികൾക്ക് വളരെ വലുതായിട്ടുള്ള വരവേൽപ്പാണ് ലഭിച്ചത്. ദണ്ഡകാരണ്യത്തിൽ മുനിമാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന 3 രാക്ഷസന്മാരെ വിരട്ടിയോടിച്ചതിൽ രാമനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ശക്തിയേറിയ ഒരു വില്ലും ഏതാനും ദിവ്യാസ്ത്രങ്ങൾ അടങ്ങിയ അക്ഷയ തൂണിയും അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. രാമൻ വളരെ നന്ദിപൂർവ്വം ബഹുമാനത്തോടെ അതൊക്കെ സ്വീകരിച്ചു. ഗുരു, ഞങ്ങൾക്കിനി എവിടെയെങ്കിലും കുടിയിരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. പർണശാല കെട്ടി താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തന്നാട്ടെ മഹർഷി എന്ന് പറഞ്ഞപ്പോൾ, ഇനി നിങ്ങൾക്ക് കുറച്ചു കാലം വിശ്രമമാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ വനവാസകാലത്തിൻ്റെ 3/4 ഭാഗവും കഴിഞ്ഞുവല്ലോ, ഇനി ഈ അലച്ചിലുള്ള ജീവിതം മതിയാക്കാം. അങ്ങനെ ഗോദാവരി നദീതീരത്ത് പഞ്ചവടി എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് കാലത്ത് അതൊരു ഋഷിമാരുടെ സങ്കേതമായിരുന്നു. ഇപ്പോൾ തരിശ സ്ഥലമാണ്. ഫലമൂലാദികൾ ധാരാളം ലഭിക്കും. അവിടെ പോയി നിങ്ങൾക്ക് പർണശാല കെട്ടി താമസിച്ച് വിശ്രമിക്കാം എന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം.